വെറും 2 മണിക്കൂർ കൊണ്ട് വട്ടവടയിൽ 2500 രൂപ ലാഭിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ പോലും വിചാരിച്ചില്ല. നിങ്ങളുടെ വണ്ടിയുടെ അടി തട്ടും, സീനാവും, മൊത്തം വിഷയാവും എന്ന് പറയും. അല്ലാണ്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നടന്നു പോക്കോ, ഇല്ലാന്നുണ്ടെങ്കിൽ ജീപ്പ് സഫാരി, അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല എന്ന് പറയും. അവിടെ പോയപ്പോഴാണ് അറിഞ്ഞത് അവിടെ വന്നവരൊക്കെ 2500 രൂപ റൈഡിന് കൊടുത്തിട്ടാണ് പോയെന്നുള്ളത്. അപ്പോൾ നമുക്ക് ലാഭം 2-2.5 മണിക്കൂർ കൊണ്ട് 2500 രൂപയാണ്. ഇപ്പം നമ്മൾ പഴത്തോട്ടം വ്യൂ പോയിന്റ് പോയിട്ട് തിരിച്ച് വരുന്ന വഴിയാണ്. അത്യാവശ്യം റോഡിൻ്റെ കണ്ടീഷൻ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. വലിയ ശോകം അല്ലെങ്കിൽ പോലും ശോകമാണ്, പക്ഷേ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളൊരു വണ്ടിയാണ്. വലിയ സ്പീഡല്ലാതെ നിങ്ങൾക്ക് പോകാനും വരാനും സമയമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം വണ്ടിയിൽ തന്നെ പോകാനും വരാനും പറ്റും. പിന്നെ അതിനകത്ത് നമ്മൾ അക്നോളജ് ചെയ്യേണ്ട വേറൊരു കാര്യമുണ്ട്. നമ്മൾ നമ്മുടെ സ്വന്തം വണ്ടിയിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും വണ്ടിക്ക് എന്തെങ്കിലും മെയിൻ്റനൻസ് തൊട്ട് പറ്റിയൽ വരാൻ ചാൻസ് ഉണ്ടെന്നുള്ളതും, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ നമുക്ക് ഈ വഴിയൊന്നും പരിചയമില്ലാത്തതുകൊണ്ട് വരാൻ ചാൻസ് ഉണ്ടെന്നുള്ള കാര്യവും മനസ്സിലാക്കിയിട്ട് മാത്രമേ ഈ റൂട്ട് നമ്മൾ ഓഫ് റോഡിങ്ങിന് പോകാവുള്ളൂ. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് ഡ്രൈവ് ചെയ്തിട്ടുള്ളത് നമ്മുടെ കോവിലൂർ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് താഴത്തോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ പഴത്തോട്ടത്തിലോട്ട് പോകുന്ന റൂട്ടിലാണ്. അല്ലാണ്ട് ചിലന്തിയാർ വാട്ടർഫാൾസിൻ്റെ അവിടെ നിന്ന് കറങ്ങി കയറുന്ന വഴിയല്ല കേട്ടോ. ആക്ച്വലി ആ വഴിയെക്കുറിച്ച് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. അപ്പോൾ ഈ വഴി കൂടെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഴത്തോട്ടം സേഫായിട്ട് നൈസായിട്ട് പോയിട്ട് വരാൻ പറ്റും.